മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ പി ജെ കുര്യൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി ജെ കുര്യൻ, വളരെ വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് എനിക്കറിയാം. അദ്ദേഹത്തോടൊപ്പം വളരെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാൻ താങ്കൾക്ക് അവസരവും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്? ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലാണോ അതോ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലാണോ താങ്കൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്? ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ കണ്ടിട്ടുള്ള സാമ്പത്തിക വിദഗ്ധന്മാരിൽ ഏറ്റവും പ്രഗത്ഭൻ. ഇന്ത്യ കണ്ട ധനകാര്യമന്ത്രിമാരിൽ ഏറ്റവും പ്രഗത്ഭൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കാൻ തുടങ്ങിയ 91-ൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായപ്പോൾ അദ്ദേഹം മുൻകൈയെടുത്ത് കൊണ്ടുവന്ന നയങ്ങളാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നീട് അടിസ്ഥാനമായതും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന എല്ലാ രംഗങ്ങളിലെ പുരോഗതിയുടെ അടിസ്ഥാനം അദ്ദേഹം ഇട്ട പുതിയ സാമ്പത്തിക നയമാണ്. ഇന്നത്തെ ഗവൺമെന്റും അതിന്റെ നേട്ടങ്ങളാണ് കൊയ്യുന്നത്. അന്ന് അദ്ദേഹം ആ നടപടി ദീർഘവീക്ഷണത്തോടെ നടപടി, കാര്യം അന്ന് വലിയ എതിർപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുതിയ സാമ്പത്തിക നയത്തോട് ഒരു വിഭാഗം ആളുകൾക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. കോൺഗ്രസിനകത്തും കുറെ ആളുകൾക്ക് നല്ല എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പിനെ സമ്മതിച്ച് വിധേയനായിരുന്നുവെങ്കിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ പാതയിലാകുമായിരുന്നു. അതിന് കാര്യം നമുക്ക് ഒരാഴ്ച മുന്നോട്ട് പോകാനുള്ള വിദേശ നാണയമില്ല. ലോകരാജ്യങ്ങളൊന്നും നമ്മളെ വിശ്വസിക്കുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായ ഒരു സാഹചര്യത്തില് രാജ്യത്തെ ഒരു തകർച്ചയിൽ നിന്ന്, സാമ്പത്തിക തകർച്ചയിൽ നിന്നാണ് രക്ഷിച്ചത്. ആ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഒരു പക്ഷെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ പാതയിലാകുമായിരുന്നു. ഇതാണ് വസ്തുത. അപ്പൊ ഇന്ത്യയെ രക്ഷിച്ച മഹാനാണ്, വലിയ സാമ്പത്തിക വിദഗ്ധൻ. പിന്നെ രാഷ്ട്രീയത്തില് അദ്ദേഹം രാഷ്ട്രീയ വിദഗ്ധന് വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനൊന്നും ആയിരുന്നില്ലെങ്കിലും UPA 1 പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം എല്ലാ കക്ഷികളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകുവാനും വളരെ നല്ല രീതിയിൽ എല്ലാ ഘടകകക്ഷികളുടെയും പിന്തുണ വാങ്ങിക്കൊണ്ട് ഭരണം നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് ഉറച്ച നിലപാടുണ്ടായിരുന്നു. ആ നിലപാടുകളെല്ലാം രാജ്യ താല്പര്യത്തെ കരുതിയ ന്യൂക്ലിയർ നയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ കരുതിയുള്ളതാണ് ആയിരുന്നു. അദ്ദേഹത്തിന് അതിൽ ഉറച്ച കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതിന് അദ്ദേഹം ഉറച്ചു നിന്നു. ഇടതുപക്ഷം അതിന്റെ പേരിൽ പിന്തുണ പിൻവലിക്കുമെന്ന സാഹചര്യം വന്നു. ഗവൺമെന്റ് വേണമെങ്കിൽ വീഴാമെന്ന് വന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ ഉറച്ചു നിന്നുകൊണ്ട് രാജ്യ താല്പര്യമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്ന് കണ്ട് ഉറച്ചു നിന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ അദ്ദേഹം ആ അർത്ഥത്തിൽ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടായിരുന്നു. അത് രാഷ്ട്രീയം അധികം പഠിച്ചിട്ടില്ലെങ്കിലും പുള്ളിയൊരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. ഒരു സ്റ്റേറ്റ്സ്മാനെ പോലെ ഉയർന്നിരുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. തികഞ്ഞ സത്യസന്ധനായ, തികഞ്ഞ സുതാര്യമായ ഭരണം, ബൗദ്ധിക സത്യസന്ധതയുടെ മകുടോദാഹരണം. എത്രയോ വലിയ വളരെ വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവ് ആയിരുന്നു. നല്ല പണ്ഡിതനായ. ശ്രീ പി ജെ കുര്യൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഡോക്ടർ സിംഗ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിസ്റ്ററി വിൽ ബി കൈൻഡ് ടു ബി ഈവൻ ഇഫ് മീഡിയ ഈസ് നോട്ട് കൈൻഡ് ടു മീ. അതായത് ചരിത്രം എന്നോട് നീതി കാണിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഡോക്ടർ സിംഗ് പിൽക്കാലത്ത് അദ്ദേഹം നേരിട്ടൊരു വലിയ പഴി എന്ന് പറഞ്ഞത്, അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം സോണിയാഗാന്ധിയുടെ ഡിക്റ്റേറ്റർഷിപ്പിൽ സോണിയാഗാന്ധി പറയുന്നതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത പ്രധാനമന്ത്രിയായിരുന്നു എന്നൊക്കെ പിന്നീട് പുസ്തകങ്ങളിലൂടെയൊക്കെ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ഇത് ഏതെങ്കിലും തരത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തിയിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിന് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ട്, മൻമോഹൻ സിംഗ് വാസ് എ മോസ്റ്റ് ഡീസെന്റ് പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ, ഡിഗ്നിഫൈഡ് പൊളിറ്റീഷ്യൻ. അതായത് ആ 2ാം UPA-യിൽ തീരുമാനങ്ങൾ എടുത്തത് സോണിയാഗാന്ധി ആണെന്നും അത് മൻമോഹൻ സിംഗ് അതനുസരിച്ച് ചെയ്തതായിരുന്നു എന്നുമൊക്കെ ഉള്ളത് പുറമെ പറയുന്ന കാര്യങ്ങൾ. പക്ഷേ
രണ്ടാം UPA യിൽ അടിസ്ഥാന കാര്യങ്ങളിൽ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുകയും ആ കാര്യങ്ങൾ സോണിയാഗാന്ധിയുമായി ചർച്ച ചെയ്ത് പല കാര്യങ്ങളിലും അത് അത്തരം കാര്യങ്ങളുള്ള ചർച്ചകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും മൻമോഹൻ സിംഗിനെ പോലൊരു മഹാൻ പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റിയാണത്, അദ്ദേഹത്തിന്റെ മാന്യതയാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം മൻമോഹൻ സിംഗിനോടൊപ്പം ഞാൻ ഇൻഡസ്ട്രിയിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ആളാണ്. ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിന്റെ ഡിഗ്നിറ്റിയുടെ ഉദാരവൽക്കരണത്തിൽ വ്യവസായ നയം എന്റെ കയ്യിലായിരുന്നു. ഞാൻ വ്യവസായ നയത്തിന് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മന്ത്രിയായിരുന്നു. അതുകൊണ്ട് വ്യവസായത്തിലെ ഉദാരവൽക്കരണം എന്റെ കയ്യിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാൻ അത് ഇപ്പം വിശദമായി പറയാൻ വയ്യ ചില കാര്യങ്ങൾ. പക്ഷേ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ 1-2 കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ കാറുകൾ ലിബറലൈസ് ചെയ്യുന്നതിന്, കാറിന്റെ ലൈസൻസ് എടുത്തു കളയുന്നതിന് അതിന് ആദ്യം വന്നപ്പോൾ ഞാൻ എന്റേതായ കാരണത്തിൽ അതിനെ ഒബ്ജക്ട് ചെയ്തു. എന്നെ അദ്ദേഹം വിളിച്ചു വരുത്തി ഡിസ്കസ് ചെയ്ത് എന്നെ കൂടെ ബോധ്യപ്പെടുത്തി പിന്നീടാണ് ചെയ്തത്. കാര്യം ആദ്യം ഞാൻ ഒബ്ജക്ട് ചെയ്തവർ അദ്ദേഹം ചെയ്തില്ല. പക്ഷെ അത് പുറത്ത് പറഞ്ഞില്ല, എനിക്കെതിരെ ഒരു നിലപാട് എടുത്തില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ വേറെ ഉദാഹരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് റൂൾ ഔട്ട് ചെയ്യാം, പ്രധാനമന്ത്രിയോട് പറഞ്ഞ് എന്റെ അഭിപ്രായം റൂൾ ഔട്ട് ചെയ്യാം. അതൊന്നുമല്ല ചെയ്ത്. മോസ്റ്റ് ഡിഗ്നിഫൈഡ് മാൻ. അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ജൂനിയർ മന്ത്രിയായ എനിക്കുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും എന്നെ വിളിച്ച് എന്നോട് ഡിസ്കസ് ചെയ്ത് 2 മണിക്കൂർ ഡിസ്കസ് ചെയ്ത് അവസാനത്തില് ഒരു തീരുമാനം. എന്നിട്ട് എന്റെ അഭിപ്രായത്തെ മാനിച്ച് ഉദാരവൽക്കരണത്തിന് അന്ന് കാർ ലൈസൻസ് സ്റ്റോപ്പ് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്തു. അതിന് എന്റെ കാരണമാണ്. ഇതിപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും പുറത്തു വിടുകയോ ഒന്നും ചെയ്ത് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നവരല്ല അദ്ദേഹം. അതെ കുര്യൻ സർ, താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. കാരണം അദ്ദേഹം അങ്ങേയറ്റം മാന്യനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു, അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം നമ്മളുടെ ഒപ്പമില്ല, പക്ഷേ എങ്കിലും ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ടും താങ്കൾ ആ സമയത്ത് അദ്ദേഹവുമായി വളരെ അടുത്ത് വർക്ക് ചെയ്തതും ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മൾ ഭരണഘടനാ ചർച്ചയിൽ, പാർലമെന്റിൽ നടന്ന ഭരണഘടനാ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെ പുകഴ്ത്തുകയും മൻമോഹൻ സിംഗിന് മുകളിൽ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി സോണിയാഗാന്ധി അതിൻ്റെ തലപ്പത്തിരുത്തി ആ കമ്മിറ്റി സൂപ്പർ പ്രൈം മിനിസ്റ്ററായി പ്രവർത്തിച്ചു എന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് നമുക്ക് ഒരാഴ്ച മുമ്പ് നടന്നതാണ്. അപ്പോൾ അത് പാർലമെന്റിൽ നടന്ന ചർച്ചയിലാണ് നാഷണൽ അഡ്വൈസറി കമ്മിറ്റിയെ പറ്റി മൻമോഹൻ സിംഗ് അതിന് വിധേയനായി പ്രവർത്തിക്കേണ്ടി വന്നു എന്ന ഒരു പരിഹാസ രൂപേണ ഗൗരവമുള്ള ഒരു ആരോപണമായി മോദി ഉന്നയിച്ചത്. അപ്പോൾ അത് നമ്മളുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ സജീവ ചർച്ചയായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ പലരും നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ അത് സൂചിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ മൻമോഹൻ സിംഗ് നമ്മളുടെ ഒപ്പം ഇല്ലാത്ത ഒരു സമയത്ത് അത് താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. അല്ല, അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ മറുപടി. നിങ്ങൾ ഉറപ്പായും അതെ, ഞാൻ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് സോണിയാഗാന്ധി ഒരു അഡ്വൈസറി കമ്മിറ്റി, അതൊരു അഡ്വൈസറി കമ്മിറ്റിയായിരുന്നു. ആ അഡ്വൈസറി കമ്മിറ്റി പല അഡ്വൈസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം മൻമോഹൻ സിംഗ് അനുസരിച്ച് അതുപോലെ ചെയ്തു എന്നുള്ളത് മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യണമെന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ശരിയല്ല. ഞാൻ മൻമോഹൻ സിംഗിന്റെ കൂടെ മന്ത്രിയായിരുന്ന ആളെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ എത്ര സ്ട്രോങ് ആയി പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് സോണിയാജിയുടെ കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി ആയിരുന്നു, അല്ലാതെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് തെറ്റാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ട് അത് പാർലമെന്റിൽ on behalf of the UPA എന്നതല്ല, on behalf of സോണിയാഗാന്ധി ആയിരുന്നു മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത് എന്നത് ആ കാലഘട്ടത്തിലും അദ്ദേഹം നേരിട്ടൊരു ആക്ഷേപമാണ്. പക്ഷേ അത് താങ്കൾ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ ഭാഗമായി നിന്ന് അത്തരം ആക്ഷേപങ്ങൾ ഈ ഘട്ടത്തിൽ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. താങ്കൾ പറഞ്ഞത് ഒരു കാര്യത്തിലോട് ഒരു സംശയവുമില്ല. ഹി വാസ് മോസ്റ്റ് ഡിഗ്നിഫൈഡ് ആൻഡ് മോസ്റ്റ് ഡീസെന്റ് പ്രൈം മിനിസ്റ്റർ വി എവർ ഹാഡ്. അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. ആൻഡ് വി ഡോണ്ട് ഹാവ് എനി ഡിസഗ്രിമെന്റ്. പക്ഷേ പ്രോബ്ലം ഇതാണ്, അദ്ദേഹം 1ാം UPA സർക്കാരിന്റെ കാലത്ത് വളരെ വലിയ ജനക്ഷേമ പദ്ധതികളും പ്രവർത്തനങ്ങൾക്കും ഒക്കെ തുടക്കം കുറിച്ചു. അങ്ങനെ ഡോക്ടർ സിംഗിന് 2ാമതൊരിക്കൽ കൂടി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാനുള്ള ചരിത്ര നിയോഗമുണ്ടായി. പക്ഷേ
ഒടുവിൽ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നത് താങ്കൾ ഈ പറയുന്നത് പോലെ ഒരു സൽപ്പേരിലായിരുന്നില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരിന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്ന ഒരു കളങ്കിതമായ പേര് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ജീവിതാവസാനം വരെ അദ്ദേഹത്തിനെ മാനസികമായി വേട്ടയാടുന്ന ഒന്നായി. അദ്ദേഹം വ്യക്തിപരമായി കളങ്കിതനല്ലെങ്കിൽ പോലും, അദ്ദേഹം വ്യക്തിപരമായ ആരോപണ വിധേയനായില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അഴിമതി സർക്കാരിന്റെ നേതൃത്വ പദവിയിൽ നിൽക്കേണ്ടി വന്നു എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ശ്രീ പി ജെ കുര്യൻ.